അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഉറപ്പുള്ളൊരു കാര്യമായിരുന്നു ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും പങ്കില്ല എന്നുള്ളത്. അതിപ്പോ കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് മാത്രം, കോടതി പറയുന്നത് കൊണ്ട് മാത്രം, സ്ലോ മോഷൻ പേസിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്ന പോലീസിന്റെ റിപ്പോർട്ടിലും ആ കാര്യങ്ങൾ ഒരിക്കൽ കൂടി വ്യക്തമാവുന്നതിൽ സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ഞങ്ങൾ ജനിച്ചതും വളർന്നതും രാഷ്ട്രീയം പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചതും ആയ നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളൊന്നും ഇത്തരം സ്ക്രീൻഷോട്ട് ഇറക്കിയല്ലോ. അത് ഇവര് പറഞ്ഞത് എംഎസ്എഫിന്റെ ആളുകളുടെ കയ്യിൽ നിന്നാണ് വന്നത്. തെരഞ്ഞെടുപ്പ് സമയത്തിന്റെ പോളിംഗ് തുടങ്ങാൻ തെളിഞ്ഞിരിക്കണം. അത് സൈബർ അവരുടെ സിപിഎമ്മിന്റെ സൈബറിൽ തന്നെയാണ് വന്നത്. മനസ്സിലായി. അപ്പം അതിനൊരു തീരുമാനമായി കിട്ടിയത്. അപ്പൊ അത് മൂഞ്ചിന്നാണ് ഇപ്പം പറയുന്നത്. അപ്പം ഷാഫിക്ക പറയുന്ന കേൾക്കാം. ഓരോ ദിവസം ഇവിടെ എന്ത് പുറപ്പകാണ്ട് അടിച്ചിറക്കിയാലും സത്യം മാത്രമേ വിജയിക്കൂ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയുള്ളൂ. എനിക്ക് പറയാം, ജനം തീരുമാനിക്കും. ആരാണ് ജനപ്രതിനിധി വേണ്ടതെന്ന് ഒരു സംശയമുള്ളതായിട്ട് ഇന്നിപ്പോ ഷാഫി അവിടെ പോയത് നല്ല ഗുണം. കാരണം എന്താ വെച്ചാൽ അവിടെ പറയാനും എല്ലാ ജാതി മത സമൂഹങ്ങളിലും കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഷാഫിനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. ഷാഫി എന്നിപ്പം അവരുടെ പാർട്ടിക്കാർ 1,14,000 സ്ക്രീൻഷോട്ട് UDF പങ്കില്ലെന്ന് നേരത്തെ ഉറപ്പായിരുന്നു എന്ന് ഇവർ ആദ്യം പറഞ്ഞതാണ്. അത് പോരാഞ്ഞിട്ടാണ് ഇവര് അവരെ കുറ്റം പറയുന്നത്. അവര് ചെയ്ത് അതേമാതിരി മാഷാ അല്ലാഹ്, അതേമാതിരി സിറാത്ത് പാര പലതും അടിച്ചിറക്കി ഒന്നും വിജയിക്കില്ല എന്ന് നമുക്ക് ഇന്നലെയും ഇന്നും നാളെയും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് പോളിംഗിന്റെ എത്രയോ പോളിംഗ് തീരാൻ മണിക്കൂറുകൾ എത്രയോ ബാക്കിയുള്ളപ്പോഴും പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് ഒരു റെഡ് എൻകൗണ്ടർ തന്നെയാണ്. എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതറിയാതെ ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. അങ്ങനെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച ആളുകൾ രാഷ്ട്രീയത്തിലുള്ളവർ, പ്രമുഖരായ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഐഡന്റിറ്റി ഒക്കെ വ്യക്തമാവുമെങ്കിലും സാംസ്കാരിക പ്രവർത്തകരൊക്കെ സ്വയം അവകാശപ്പെടുന്ന ഇതെടുത്ത് ഉപയോഗിച്ച മുഴുവൻ ആളുകളോടും പറയുന്നു, നിങ്ങൾ കേരളീയ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇത് തിരുത്താൻ തയ്യാറാവണം. ചെയ്തു പോയത് തെറ്റായിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ തയ്യാറാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതിന് വേണ്ടത് റെഡ് എൻകൗണ്ടർ തന്നെയാണെന്ന് വെച്ചാൽ CPM പ്രവർത്തകർ തന്നെ എഴുന്നേറ്റ് നിന്ന് ഇതിനെ എതിർക്കാൻ തുടങ്ങണം. ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല, അത് വാശിയേറിയ തെരഞ്ഞെടുപ്പാണെന്ന് നിങ്ങൾ വിചാരിച്ചിടത്തുനിന്ന് പരാജയപ്പെടുമെന്നൊരു ഘട്ടം വന്നപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞ് എന്നുള്ളത് ആരും മറന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിങ്ങനെ അത്യാഹ്ലാദമോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ആഘോഷമൊന്നുമില്ല. കാരണം ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നതാണ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. സന്തോഷം ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ വടകരയിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. കോടതിയുടെ ഇടപെടലും പോലീസിന്റെ റിപ്പോർട്ടും അന്വേഷണവും ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ അത് വ്യാജമാണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ വടകരയിലെ ജനങ്ങളോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ വേളയിൽ അറിയിക്കുകയാണ്. ഈ മുഖമില്ലാത്ത പലരുടെയും മുഖം തെളിഞ്ഞു തുടങ്ങുന്നത് നല്ല ലക്ഷണമാണ്. അല്ല, പോരാളിമാരുടെയൊക്കെ പേര് വിവരങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത് നല്ല ലക്ഷണമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ അതിനകത്ത് ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പോൾ അവരെ പാർട്ടിയെ തകർക്കാനുള്ള ആളുകളൊക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇവർക്ക് ഒട്ടും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് സമയത്ത് എതിർ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും ഉപയോഗിക്കാൻ ശ്രമിച്ചതിന് അവരാദ്യം തിരുത്തട്ടെ. എന്നിട്ടാണല്ലോ, മുഖം ഇല്ലാത്ത ആളുകളായതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം തള്ളി പറഞ്ഞിരുന്നു. ഇപ്പം മുഖമുള്ള ആളുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. സജീവ അടിമുടി CPM പ്രവർത്തകരാണെന്നുള്ള എല്ലാ വിവരങ്ങളും വരുന്നുണ്ട്. അടിമുടി CPM പ്രവർത്തകർ ഇപ്പൊ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ ഉൾപ്പെടെ CPM-ന് വേണ്ടി നിരന്തരം പ്രതികരിക്കുന്ന ആളുകൾ ഇപ്പൊ ചിലരൊക്കെ പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ലോക്ക് ചെയ്യുന്നതിന്റെ മുമ്പുള്ള വിവരങ്ങൾ ചില ആളുകൾ തേടി പോയപ്പോ അതിന്റെ പിന്നിൽ കാണുന്നതൊക്കെ ഫുൾ ടൈമർ എന്ന് പറയാവുന്ന തരത്തിലുള്ള CPM പ്രചരണങ്ങളാണ്. ഇപ്പൊ റിവേഷ് എന്ന് പറയുന്ന
ഒരാളെ സംബന്ധിച്ച് അത് ആരാ ഉണ്ടാക്കിയെന്ന് പറയാൻ പ്രയാസമാണെന്നാണ് പിന്നെ പറയുന്നത്.